അയ്യപ്പ സംഗമത്തിൽ വിതരണത്തിനെത്തിച്ച അരവണ, ഉണ്ണിയപ്പം, പ്രസാദം ഇതിലും വെട്ടിപ്പെന്ന് വിജിലൻസിന്റെ റിപ്പോർട്ട്. സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്ക് വിതരണം ചെയ്യുന്നതിനായി 4100 ടിൻ അരവണയും അതേ അളവ് ഉണ്ണിയപ്പം പാക്കറ്റ്, ആടിയ ശിഷ്ടം, നെയ്യ്, വിഭൂതി, കുങ്കുമം എന്നിവ പമ്പയിൽ എത്തിച്ചിരുന്നു. ഇതിൽ 900 പേർക്ക് മാത്രമാണ് പ്രസാദം വിതരണം ചെയ്തത് എന്നാണ് കണ്ടെത്തൽ. 3200 അരവണയും അപ്പ പാക്കറ്റും അനുബന്ധ പ്രസാദങ്ങളും ഉദ്യോഗസ്ഥരും ദേവസ്വം ജീവനക്കാരും വീതിച്ചെടുത്തു എന്നാണ് റിപ്പോർട്ട്. അടിമുടി ദുരൂഹത നിറഞ്ഞതാണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ്, അതിന്റെ ചെലവ്, വരവ് ഒക്കെ എന്ന് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ വിവരങ്ങൾ വ്യക്തമാക്കുകയാണ്. ആദ്യം വന്ന എസ്റ്റിമേറ്റ്, അതിനുശേഷം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്, അതിനിടയിലൊക്കെ വലിയ വൈരുദ്ധ്യങ്ങൾ നിൽക്കുന്നു. അങ്ങനെ ആ വൈരുദ്ധ്യങ്ങൾ ഇങ്ങനെ മുഴച്ചു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ കൊണ്ടുവന്ന അരവണയും ഉണ്ണിയപ്പം പാക്കറ്റ് പോലും അടിച്ചു മാറ്റി എന്നുള്ള വിവരം വരുന്നത്. ഏതാണ്ട് 4200 ടൺ അരവണയും ഉണ്ണിയപ്പവും പ്രസാദങ്ങളും ഒക്കെ അവിടെ കൊണ്ടുവന്നു. അതിൽ 900 പേർക്ക് മാത്രമാണ് അത് വിതരണം ചെയ്തത്. ബാക്കി ഏതാണ്ട് 3200ഓളം അപ്പവും പ്രസാദങ്ങളും അവിടെ ബാക്കിയുണ്ടായിരുന്നു. അത് തിരിച്ചു കൊണ്ടുപോകാനോ അതിന്റെ മൂല്യം രേഖപ്പെടുത്താനോ ഒന്നും തന്നെ തയ്യാറാകാതെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ തന്നെ അത് വീതം വെച്ചെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ശബരിമലയിലെ പഴയ യുവതീ പ്രവേശന നിലപാടിന്റെ പേരിൽ ഭക്തർക്കുണ്ടായിട്ടുള്ള ആ ഒരു പ്രതിഷേധം, ആ ഒരു എതിർപ്പ്, അതൊക്കെ ഒന്ന് തണുപ്പിച്ച് ഞങ്ങളും വിശ്വാസികളുടെ ആളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള വലിയൊരു ഉദ്യമമാണ് ഈ അയ്യപ്പ സംഗമം. പക്ഷേ അത് വെളുക്കാൻ തെച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ സർക്കാരിന് തന്നെ അത് വലിയ തിരിച്ചടിയായി. ഇപ്പൊ സ്വർണ്ണക്കൊള്ള കേസിന് ശേഷം അയ്യപ്പ സംഗമത്തിന്റെ മറവിലും ശബരിമലയുടെ പേരിൽ വലിയ കൊള്ള നടത്തി സർക്കാർ എന്നുള്ള ഒരു പ്രതീതിയാണ് ആകെ ഇത് സൃഷ്ടിക്കപ്പെട്ടത്.